ഈശോയേ. ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമുള്ള ഒരു വചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ വചന ശുശ്രൂഷ കഴിയുന്നതുവരെ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് അനങ്ങാതെ ഇവിടെ തന്നെ ആയിരിക്കണമേ എന്ന് സ്നേഹപൂർവം ഓർമ്മിപ്പിക്കുകയാണ്. കൊരിന്ത്യസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. കൊരിന്ത്യസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം: കർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് കർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സുപ്പീരിയർ അച്ഛ, ജോൺസൺ അച്ഛ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ. കുറച്ചുകൂടെ നന്നായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. നന്നായോ? ആര്? അച്ഛനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മഴ പെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? രൂപാന്തരീകരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് അവധിയാണോ? അല്ല, ഇന്നലെ അവധിയായിരുന്നു. ഇന്ന് ക്ലാസ് ഉണ്ട്. നാളെ വീണ്ടും അവധിയാണ്. നമ്മൾ ഓരോ ദിവസവും ഈശോയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു? രൂപാന്തരീകരണം സംഭവിക്കുന്നു. നമ്മൾ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്? ദൈവീക ജീവനിൽ ലയിച്ചു ചേരുന്നതിനുള്ള യാത്രയിലാണ് നമ്മൾ. ആ യാത്ര വേഗത്തിലാകണമെന്നാണോ പതുക്കെ പോകണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ആഗ്രഹം നമ്മൾ ആ യാത്ര വേഗത്തിലെത്തണമെന്നതാണ്. പതുക്കെ 2 മണിക്കൂർ വൈകി എത്തിയാൽ മതി എന്ന് കരുതി ആരെങ്കിലും ബസ്സിൽ കയറാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ പിന്നെ നടന്നു പോയപ്പോരെ. നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നത് ലിമിറ്റഡ് സ്റ്റോപ്പിലാണ്. ലിമിറ്റഡ് സ്റ്റോപ്പ് ഉണ്ട്, ഓർഡിനറി ഉണ്ട്. നിങ്ങൾ ഏതിൽ കയറും? പിന്നെ കാശ് കൊടുക്കാത്ത വണ്ടി ഉണ്ടെങ്കിൽ അതിൽ കയറും. അതിന്റെ ഹല്ലേലൂയ
സ്പീഡിലൊന്നും പോയില്ലേലും കുഴപ്പമില്ല, കാശ് കൊടുക്കാതെ പോയാ മതി എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ വേഗം പോയിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാണ്, പതുക്കെ പോയാ മതി കാശ്. ഹല്ലേലൂയ. അത് ആത്മീയതയുമായി ചേർത്ത് വായിക്കാവുന്ന ഒരു കാര്യമാണ്. ചെലവൊന്നുമില്ലാതെ പതുക്കെ പതുക്കെ പോയാ മതി എന്ന് കരുതുന്ന മനുഷ്യർ അല്ലേ? ഉണ്ടോ? ഉണ്ട്. നമ്മളൊക്കെ ഏത് കൂട്ടത്തിൽപ്പെട്ടതാണ്? പതുക്കെ പതുക്കെ ചെലവില്ലാതെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ആത്മീയ ജീവിതത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ച് കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് ദൈവീക ജീവനിൽ ലയിച്ചു ചേരുക എന്ന ലക്ഷ്യത്തിലേക്ക് വേഗത്തിലെത്തണം. വേഗത്തിൽ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? വേഗത്തിലെത്തണമെങ്കിൽ പ്രിയപ്പെട്ടവരെ വില കൂടുതൽ കൊടുക്കണം. വില കൂടുതൽ കൊടുക്കണം. ഓർഡിനറിയിൽ പോകുന്ന വിലയല്ല ലിമിറ്റഡ് സ്റ്റോപ്പിൽ. സൂപ്പർ ഫാസ്റ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിലും കൂടുതൽ കൊടുക്കണം. പ്ലെയിനിൽ പോകണമെന്ന് എന്ത് ചെയ്യണം? അതിലും കൂടുതൽ കൊടുക്കണം. വേഗത്തിൽ പോകണമെങ്കിൽ ചെലവ് കൂടുതലാണ്. സമ്മതിച്ചോ? സമ്മതിച്ചു. അപ്പോൾ ചെലവ് കൂടുതലാണ്. ആത്മീയ യാത്രയും അതുപോലെയാണ്. നമുക്ക് ഈ ലക്ഷ്യത്തിലേക്ക് വേഗത്തിലെത്തണമെങ്കിൽ പ്രിയപ്പെട്ടവരെ കൂടുതൽ വില കൊടുക്കണം എന്ന് പറഞ്ഞാൽ കൂടുതൽ ത്യാഗമെടുക്കണം, കൂടുതൽ പരിത്യാഗമുണ്ടാകണം. ലോകത്തെ കൂടുതലായി വേണ്ട എന്ന് വെക്കണം. പല ഇഷ്ടങ്ങളും, നമ്മുടെ തന്നെ പല ഇഷ്ടങ്ങളും പാപമല്ല, പക്ഷേ പാപമല്ലാത്തതാണെങ്കിലും അത്ര അത്യാവശ്യമില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒരാളോട് ഒരു ഫോൺ വിളിച്ചു, ഒരു അരമണിക്കൂർ സംസാരിക്കുന്നത് പാപമാണോ? അല്ല. യൂട്യൂബിൽ നോക്കിയിട്ട് ഒരു കറി ഉണ്ടാക്കുന്നത് പഠിക്കാൻ വേണ്ടി ഒരു 1.5 മണിക്കൂർ ചെലവഴിച്ചു, അതൊരു പാപമാണോ? അല്ലല്ലോ, അല്ല. ഇപ്പൊ പുതിയ ട്രെൻഡ് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി സെർച്ച് ചെയ്തു, പാപമാണോ? അല്ല. കുറച്ചു നേരം ചാറ്റ് ചെയ്തു, പാപമാണോ? ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ പാപമല്ലാത്തത് പോലും നമുക്ക് ഉപകാരമില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ കൂടെ വേണ്ട എന്ന് വെക്കുന്നതിനെയാണ് വില കൊടുക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അച്ഛൻ സാന്ദർഭികമായി പറഞ്ഞു എന്നുള്ളൂ വില കൊടുക്കുന്നതിനെ കുറിച്ച്. വില കൊടുക്കാത്ത യാത്രയല്ല നമ്മൾ നടത്തുന്നത്, വിലയുള്ള യാത്രയാണ്, സൗജന്യ യാത്രയല്ല. അല്ലേ? എല്ലാവർക്കും ഏത് യാത്ര മതി? സൗജന്യ യാത്ര മതി. ഈ ബസ് പോട്ടെ, സൗജന്യ യാത്രയുടെ വണ്ടി വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവരുണ്ട്, ഇല്ലേ? ഉണ്ട്. ഹല്ലേലൂയ. അത് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്തു, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ സതീശൻ മുഖ്യമന്ത്രിക്ക് വിഷമം വരും. ഹല്ലേലൂയ. അപ്പൊ അതങ്ങനെ തന്നെ പോട്ടെ. പക്ഷേ ആത്മീയ ജീവിതത്തിലും അതേ മോഡൽ, ആ മോഡൽ ആത്മീയ ജീവിതത്തിൽ തുടരാൻ പറ്റുകയില്ല. ആത്മീയ ജീവിതത്തിന് ആ മോഡൽ ഉപകരിക്കുകയില്ല. സൗജന്യ യാത്രയുടെ മോഡൽ ഏത് ജീവിതത്തിന് ഉപകരിക്കുകയില്ല? ആത്മീയ ജീവിതത്തിന് ഉപകരിക്കുകയില്ല. ആത്മീയ ജീവിതം വില കൊടുത്തുള്ള യാത്രയാണ്, കൂടുതൽ വില കൊടുത്തുള്ള യാത്രയാണ്. ഏറ്റവും കൂടുതൽ വില കൊടുക്കാൻ തയ്യാറുള്ളവർക്ക് ഏറ്റവും വേഗത്തിൽ പോകാം. കൈയടിച്ച് കർത്താവിനെ നന്ദി പറയാം. ഹല്ലേലൂയ. നമ്മൾ എന്താണ് വിലയായി കൊടുക്കേണ്ടത്? വിലയായി കൊടുക്കേണ്ടത് കറൻസി അല്ല. വിലയായി കൊടുക്കേണ്ടത് നമ്മുടെ സമയമാണ്, നമ്മുടെ ഹൃദയത്തിന്റെ ഇഷ്ടങ്ങളാണ്, നമ്മുടെ താല്പര്യങ്ങളാണ്. സുഖങ്ങള് പരിത്യജിക്കുകയും കർത്താവിനെ മുറുകെ പിടിച്ച് ആയിരിക്കുകയും വേണം. അതാണ് വില കൊടുക്കുക എന്ന് പറയുന്നത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ചങ്കുപൊട്ടി വിളിക്കട്ടെ, ഹൃദയമുരുകി വിളിക്കട്ടെ.
പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത്രയും പറഞ്ഞ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ തീമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിന്റെ സവിശേഷതകൾ ധ്യാനിച്ചു തുടങ്ങിയത് തീർന്നിട്ടില്ല. നമ്മളുടെ പ്രാർത്ഥന നമ്മുടെ ഹൃദയം ആരുടെ ഹൃദയം പോലെ ആകണമെന്നുള്ളതാണ്. ഈശോയുടെ ഹൃദയം പോലെ ആകുക, അതാണ് രൂപാന്തരീകരണം. നമുക്ക് എപ്പോൾ ദൈവീക ജീവനിൽ ലയിച്ചു ചേരാൻ സാധിക്കും? ദൈവീക ജീവനിൽ ലയിച്ചു ചേരാൻ സാധിക്കണമെങ്കിൽ നമ്മളുടെ ഹൃദയം ഈശോയുടെ ഹൃദയം പോലെയാകണം. ഹല്ലേലൂയ. ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ പറയുകയായിരുന്നു, ഈശോയുടെ ഹൃദയം അഗാധമായ വിനയമുള്ള ഹൃദയമാണ്. നമ്മുടെ ഹൃദയം എന്തുള്ള ഹൃദയമാണ്? നല്ല ഒന്നാം തരം അഹങ്കാരമുള്ള ഹൃദയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ആളുകളെ കുറിച്ച് ഒക്കെ പറയാറില്ലേ, ഒന്നുമില്ലെങ്കിലും അഹങ്കാരത്തിനൊരു കുറവില്ലെന്ന്. അവള് പരീക്ഷയിൽ തോറ്റെങ്കിലും അഹങ്കാരത്തിനൊരു കുറവ്. അവൾക്ക് ജോലി ഇല്ലെങ്കിലും എന്താണ്? അഹങ്കാരത്തിനൊരു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഹൃദയം അഗാധമായ വിനയമുള്ള ഹൃദയമായിരുന്നു, താഴ്മയുള്ള ഹൃദയമായിരുന്നു. രണ്ടാമതായി നമ്മൾ പറഞ്ഞു, ഈശോയുടെ ഹൃദയം അതിരറ്റ കരുണയും ദയയുമുള്ള ഹൃദയമായിരുന്നു. അതിരറ്റ കരുണ, അതിരുകളില്ലാത്ത കരുണ. നമ്മളുടെ കരുണ എങ്ങനെയുള്ളതാണ്? ഇത്രയൊക്കെ മതി. കരുണ കാണിച്ചത് ഇത്രയൊക്കെ മതി, ദയ കാണിച്ചത് ഇത്രയൊക്കെ മതി എന്ന് പറഞ്ഞ് അതിർവരമ്പുകൾ നിശ്ചയിക്കുന്ന കരുണയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മൂന്നാമതായി നമ്മൾ പറഞ്ഞു, ഈശോയുടെ ഹൃദയം ആത്മപരിത്യാഗം ചെയ്യുന്ന, കെനോസിസ് എന്നാണ് അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു വാക്ക്. ആത്മപരിത്യാഗം, സ്വയം ശൂന്യവൽക്കരിക്കുന്ന ഒരു ഹൃദയമാണ്. നമ്മുടെ ഹൃദയത്തിന്റെ സ്വാഭാവിക പ്രവണത എന്താണ്? പരമാവധി നിറച്ചു വയ്ക്കുക, പരമാവധി വാങ്ങിക്കൂട്ടുക, പരമാവധി കൂട്ടിവെക്കുക എന്നതാണ് മനുഷ്യന്റെ സ്വാഭാവിക പ്രവണത. എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെടുത്താമെന്നല്ല, എനിക്ക് എന്തൊക്കെ നേടിയെടുക്കാം എന്നാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഹൃദയം എന്താകണം? ആത്മപരിത്യാഗം ചെയ്യുന്ന ഹൃദയമാകണം. ഹല്ലേലൂയ. അല്ലേ? ഒരു ബസ്സിൽ കയറുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എങ്ങനെയാണ്? എന്താണ്? എനിക്ക് എങ്ങനെ ഒരു സീറ്റ്? ഇല്ലേ? വണ്ടി കയറാൻ തന്നെ സ്ഥലമില്ല, എന്നിട്ട് ചോദിക്കാണ് സീറ്റ് ഉണ്ടോന്ന്. ഹല്ലേലൂയ. അപ്പോൾ ആത്മപരിത്യാഗത്തിന്റെ ഹൃദയം. നമ്മൾ പറഞ്ഞു, ഈശോ തന്റെ ദൈവീക മഹിമയും അവകാശങ്ങളും ഉപേക്ഷിച്ചു, സ്വന്തം ഇഷ്ടങ്ങൾ ഉപേക്ഷിച്ചു, സ്വയം പ്രതിരോധിക്കാനുള്ള ഒരു അവകാശം പോലും ഉപേക്ഷിച്ചു, ഭൗതിക സുഖങ്ങളും സുരക്ഷിതത്വവും ഉപേക്ഷിച്ച് ഈശോ പറഞ്ഞു, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, നാലാമതായി നമ്മൾ പറഞ്ഞു, ഈശോയുടെ ഹൃദയം എങ്ങനെയുള്ള ഹൃദയമാണ്? നിരുപാധികമായ സ്നേഹത്തിന്റെ ഹൃദയമാണ്. അതായത് യോഗ്യത നോക്കിയുള്ള സ്നേഹമല്ല, യോഗ്യത നോക്കാതെയുള്ള സ്നേഹമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 18 വർഷമായി ഭാര്യ തളർന്നു കിടക്കുകയാണ്. ഇതിനൊരു വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഈ സഹോദരി വീട് പണി ഏകദേശം പൂർത്തിയാകാറായ സമയത്ത്, കോൺക്രീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ടെറസിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് മോളിൽ കയറിയതാണ്.
കുറെ നാള് ആഗ്രഹിച്ച് നല്ലൊരു വീട് പണിത് വാർക്ക കഴിഞ്ഞു. ഇനി തട്ട് പൊളിക്കണം, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. 2-3 മാസം കൊണ്ട് കുറച്ചു നാൾ കഴിയുമ്പോൾ നല്ലൊരു വീട്ടിൽ താമസിക്കാം. കുറെ നാള് മോശം വീട്ടിൽ താമസിച്ച് വിഷമിച്ച് അവസാനം സ്വപ്ന സാഫല്യത്തിന്റെ നാളുകൾ അടുക്കുകയാ. അങ്ങനെ ഈ സഹോദരി വെള്ളമൊഴിക്കാൻ ടെറസിന്റെ മുകളിൽ കയറി. വെള്ളമൊഴിച്ച് ഏകദേശമൊക്കെ കഴിയാറായ സമയത്ത് അവിടെ നിന്ന് കാല് തെറ്റി താഴേക്ക് വീണു, തളർന്നുപോയി. ഈ നമ്മളുടെ ബട്ടക്ക് അടിച്ച് സ്പൈനൽ കോഡ് അടിച്ചാണ്, ഇരുന്നാണ് വീണത്. അടിച്ചു വീണു, തളർന്നു പോയി. ഇപ്പോ തല ഓക്കെയാണ്, ശരി, കഴുത്തിന് താഴേക്ക് മുഴുവനും തളർന്നു കിടക്കുകയാണ്. കൈ അനങ്ങുന്നില്ല, കാലനങ്ങുന്നില്ല. 18 വർഷമായി. ഈ സഹോദരിയുടെ ഭർത്താവ് ഇവരെ പരിചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ചോദിച്ചു, ഹോം നേഴ്സിന് നിർത്തിയിട്ടുണ്ടോ? ഈ സഹോദരൻ പറഞ്ഞു, ഹോം നേഴ്സിന് നിർത്താൻ 35,000 രൂപയാണ്. ഒന്ന്, നമുക്കതിനുള്ള പണമില്ല. 2, എനിക്ക് എന്റെ ഭാര്യയെ നോക്കാനുള്ള നല്ല മനസ്സുണ്ട്. കൈയടിച്ച് കർത്താവിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ 18 വർഷവും ഈ ഭാര്യയെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ നമ്മുടെ ജില്ലയിലാണ്, അടുത്ത പ്രദേശത്താണ്. അപ്പോൾ ഒരു യോഗ്യതയും നോക്കാതെ ഇപ്പോ 18 വർഷമായി തളർന്നു കിടക്കുന്ന ഭാര്യയുടെ എന്ത് യോഗ്യത കണ്ടിട്ടാണ്, എന്ത് സൗന്ദര്യം കണ്ടിട്ടാണ്, എന്ത് നന്മ കണ്ടിട്ടാണ്, ഇനി എന്ത് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ്, എന്ത് സുഖം എനിക്ക് കിട്ടുമെന്ന് കരുതിയാണ് ഈ ഭർത്താവ് അവളെ വീണ്ടും വീണ്ടും സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നതും പരിചരിച്ചു കൊണ്ടിരിക്കുന്നതും. ഇതൊന്നും പോരാഞ്ഞിട്ട് ചില നേരത്ത് ഈ രോഗിയായിട്ടുള്ള ഭാര്യയെ കാണാൻ വേണ്ടി ഭാര്യയുടെ ബന്ധുക്കാരൊക്കെ വരും. ഓക്കെ, ബന്ധുക്കാർ വരുമ്പോ ഇവനൊരു ഫ്രീ ആയിട്ടൊരു ഉപദേശം, മോനെ ശരിക്കും നോക്കണം കേട്ടോ, എന്നാ ചേച്ചിക്ക് ഇവിടെ ഒന്നൂടെ, എനിക്ക് നീ ശരിക്കും നോക്കണം കേട്ടോ, വിഷമമൊന്നും വിചാരിക്കരുതട്ടോ, ശരിക്കും നോക്കണം. 2-3 ഉപദേശവും കൊടുത്ത് പോവും. ഇവന് വല്ലവരും വെള്ളം കോരി കൊടുത്തോ ഒന്നോ? ഇവനാര് ഭക്ഷണം ഇദ്ദേഹം ഭക്ഷണം ഇയാള് തന്നെ വെക്കണം, വീട് അടുക്കിലും വൃത്തിയാക്കുക അയാൾ തന്നെ ചെയ്യണം. പിന്നെ മകൻ വിദേശത്തുണ്ട്, പണം അയച്ചു കൊടുക്കും, അത്യാവശ്യം മരുന്ന് മേടിക്കാനൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പൊ പുറത്ത് ജോലിക്ക് പോകേണ്ട കാര്യമില്ല. ഓക്കെ, ശരി. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇയാളോട് എല്ലാവരും കാണാൻ വരുന്നത് ആരെയാണ്? തളർന്നു കിടന്ന് രോഗിയായി കിടക്കുന്ന സഹോദരിയെ കാണാൻ വരുന്നു. സംസാരിക്കാം, ഇവർക്ക് കാണാം, കേൾക്കാം, സംസാരിക്കാം. അവരോട് സംസാരിക്കുന്നു, സുഖമാണോന്ന് അന്വേഷിക്കുന്നു, മടങ്ങിപ്പോകുന്നു. ഈ 18 കൊല്ലമായിട്ടും ഈ ഭാര്യയെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന ഭർത്താവിനോട്, എടാ നിനക്ക് സുഖമാണോടാ, നിനക്ക് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? അല്ലേ, ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരാളാണല്ലോ, നിനക്ക് എന്തിന്റെയെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ഒരാളും വരുന്ന ആരും ഇയാളോട് ഇയാളുടെ സുഖങ്ങളെ കുറിച്ച് ചോദിക്കുന്നില്ല. ചില നേരത്ത് ഭാര്യ തന്നെ ഇയാളോട് ദേഷ്യപ്പെടുന്നു. ചില അസ്വസ്ഥതകൾ, എന്തായാലും അസ്വസ്ഥതകൾ ഉണ്ടാവുമല്ലോ, കിടക്കല്ലേ. അപ്പോൾ ഭാര്യയ്ക്ക് പോലും ചില വരുന്നവരും ആരും ഇദ്ദേഹത്തിന്റെ സുഖങ്ങൾ ചോദിക്കുന്നില്ല. എല്ലാവരും ചോദിക്കുന്നത് തളർന്നു കിടക്കുന്ന ആളുടെ സുഖമാണ്. അച്ഛൻ ചോദിക്കട്ടെ, ശരിക്കും ആരോടുകൂടെ ചോദിക്കണം? നമ്മള് ആ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന ആളോടും കൂടെ ഒന്ന് ചോദിക്കണ്ടേ, മോനെ നിനക്ക് സുഖമാണോടാ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, സ്വന്തം ഒരു സുഖവും മറ്റുള്ളവരുടെ ഒരു കരുതലും ഒരു കരുണയും ഈ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് കിട്ടുന്നില്ല. എങ്കിലും അയാൾ സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സ്നേഹത്തെയാണ് ഈശോയുടെ നിരുപാധികമായ സ്നേഹത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ,
അഞ്ചാമതായി കഴിഞ്ഞ ആഴ്ച നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് അവിടെയാണ്. ഈശോയുടെ ഹൃദയം പാപപരിഹാരം ചെയ്യുന്ന ഹൃദയമാണ്. നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് ഈശോ പരിഹാരം ചെയ്യുന്നതിനെയാണ് തിരുഹൃദയത്തിൽ വെളിപ്പെടുന്നതെന്ന് ധ്യാനിച്ചാണ് നമ്മൾ അവസാനിപ്പിച്ചത്. നമ്മൾ പറഞ്ഞു ഈശോയുടെ തിരുഹൃദയത്തിലെ ആ മുൾമുടി, ഈശോയുടെ തിരുഹൃദയത്തിലെ ക്രൗൺ ഓഫ് ത്രോൺസ്, മുള്ളുകളുടെ ആ കിരീടം, മുള്ളുകളുടെ ആ കിരീടം എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി കുത്തിമുറിവേൽപ്പിക്കപ്പെട്ട ആ ഈശോയുടെ ഹൃദയമാണ്. ഈശോയുടെ ഹൃദയത്തിലെ അഗ്നി ദൈവസ്നേഹത്തിന്റെ അഗ്നിയാണ്. അഗ്നിയിൽ കുത്തി നിർത്തപ്പെട്ട കുരിശ് നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി തന്നെ ബലിയായി മാറിയതിന്റെ അടയാളമാണ്. അങ്ങനെ ഈശോയുടെ ഹൃദയം പാപപരിഹാരമായി മാറിയ ഹൃദയമാണ്. നമ്മുടെ ഹൃദയം എങ്ങനെയുള്ള ഹൃദയമാണ്? നമ്മളുടെ ഹൃദയവും ഈശോയുടെ ഹൃദയം പോലെ പാപപരിഹാരം ചെയ്യുന്ന ഹൃദയമായി മാറണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അതിനെയാണ് ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 8-ാമത്തെ തിരുവചനം എടുക്കാം. എഴുതി വയ്ക്കാം. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 8-ാമത്തെ തിരുവചനം വായിക്കാം. മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ, മാനസാന്തരത്തിന് അനുയോജ്യമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ. നീ മാനസാന്തരപ്പെട്ടു എന്നതിന്റെ തെളിവെന്താണ്? എന്ത് ഫലങ്ങൾ? ഹല്ലേലൂയ. ഒരാള് മോഷണം നിർത്തി, മാനസാന്തരപ്പെട്ടു. അപ്പൊ അയാളുടെ മാനസാന്തരത്തിന് അനുയോജ്യമായ ഫലം എന്താണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അയാള് മോഷ്ടിക്കാൻ പോവായിരുന്നു, കക്കാൻ പോകുന്ന ഒരാളായിരുന്നു. അയാള് മാനസാന്തരപ്പെട്ടു. ഇനി അയാള് മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കണം. എന്താണത്? ഇനി മോഷ്ടിക്കാതിരിക്കുക എന്ന് മാത്രമല്ല, എഫേസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 28-ാമത്തെ തിരുവചനം. എഫേസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 28-ാമത്തെ തിരുവചനം വായിക്കാം. മോഷ്ടാവിനിമേൽ മോഷ്ടിക്കരുത്, 1-ാം ഭാഗം. 2, പകരം അവനില്ലാത്തവരുമായി, അതായത് ആവശ്യത്തിൽ ഇരിക്കുന്നവർക്ക് കൊടുക്കാൻ തനിക്ക് വകയുണ്ടാകേണ്ടതിന്. അച്ഛൻ വേറൊരു ട്രാൻസ്ലേഷനാണ് വായിക്കുന്നത്, നിങ്ങൾ വായിക്കുന്ന ട്രാൻസ്ലേഷൻ അല്ല. പകരം ആവശ്യത്തിലിരിക്കുന്നവർക്ക് കൊടുക്കാൻ തനിക്ക് വകയുണ്ടാകേണ്ടതിന് സ്വന്തം കൈകൊണ്ട് മാന്യമായ തൊഴിൽ ചെയ്ത് അധ്വാനിക്കട്ടെ. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. അതായത് മോഷ്ടാവ് മാനസാന്തരപ്പെട്ടു എന്നതിന്റെ തെളിവെന്ന് പറയുന്നത് അയാൾ ഇനി കക്കാൻ പോകുന്നില്ല എന്നുള്ളതല്ല. അയാൾ അധ്വാനിക്കാൻ പോവുകയാണ്. എന്തിനു വേണ്ടി അധ്വാനിക്കുന്നു? മറ്റുള്ളവർക്ക്, ഇല്ലാത്തവർക്കുമായി പങ്കുവയ്ക്കുന്നതിന് വേണ്ടി അയാൾ അധ്വാനിക്കാൻ പോകുന്നു എന്നതാണ് മാനസാന്തരത്തിന് യോജിച്ച ഫലമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇനി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന, കോപിക്കുന്ന, കണ്ടാൽ തെറി പറയുന്ന, വഴക്ക് പറയുന്ന, ഒച്ച ഉണ്ടാക്കുന്ന, ബഹളം ഉണ്ടാക്കുന്ന ഒരാള് മാനസാന്തരപ്പെട്ടു എന്നെങ്ങനെ മനസ്സിലാക്കാം? അയാൾ മിണ്ടാതെ, ഞാൻ ഇനി ഒന്നും മിണ്ടുന്നില്ലേ. ചില കാരണന്മാരുണ്ട് അങ്ങനെ. ഞാൻ മിണ്ടുന്നതുകൊണ്ടാണല്ലോ ഇവിടെ കുഴപ്പം, ഞാൻ ഇനി ഒന്നും മിണ്ടുന്നില്ല. 10 മാസത്തേക്ക് മിണ്ടാവ്രതം. ആ മുഖം കണ്ടു കഴിഞ്ഞാൽ തന്നെ ഉള്ള സമാധാനം പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ കോപിക്കുന്ന ഒരാള് വെറുതെ മിണ്ടാതിരുന്നത് കൊണ്ടല്ല മാനസാന്തരത്തിന്റെ ഫലം പുറപ്പെടുവിക്കേണ്ടത്. എന്ത് ചെയ്തുകൊണ്ടാണ്? തിന്മ പറഞ്ഞുകൊണ്ടിരുന്ന ആള് നന്മ പറയാൻ തുടങ്ങുകയാണ്.
വഴക്ക് പറഞ്ഞ് അടിച്ചിരുത്തി എന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന ഒരാള് ആശ്വാസത്തിന്റെയും എൻകറേജ്മെന്റിന്റെയും പ്രോത്സാഹനത്തിന്റെയും സംസാരം പറയാൻ പഠിച്ചുകൊണ്ടാണ് മാനസാന്തരത്തിന്റെ ഫലം പുറപ്പെടുവിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, സഖ്യവൂസ് അങ്ങനെയാണ് മാനസാന്തരത്തിന്റെ ഫലം പുറപ്പെടുവിച്ചത്. സഖ്യവൂസ് ഇങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ ഇത്രയും നാൾ കുറെ പേരെ തട്ടിച്ചും വെട്ടിച്ചും ജീവിച്ചു, ഇനി ആരെയും തട്ടിച്ചും വെട്ടിച്ചും ജീവിക്കില്ല. അങ്ങനെയാണോ പറഞ്ഞത്? അല്ല, ഇനി അയാൾ പരിഹാരം ചെയ്യുകയാണ്. ആരുടെയെങ്കിലും ഒക്കെ തട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് 4 ഇരട്ടിയായി കൊടുക്കും. അതിനെയാണ് പരിഹാരം എന്ന് പറയുന്നത്. ഞാൻ ആരെങ്കിലും ഒരു പ്രാവശ്യം വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അയാളെ 4 പ്രാവശ്യം ആശ്വസിപ്പിക്കും. ഞാൻ ഒരാളോട് ക്ഷമിക്കുകയില്ലടാ എന്നൊരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി 4 പ്രാവശ്യമായി ഞാൻ അയാളോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയും. ഞാൻ ആരെങ്കിലും ഒരാളെ ഒരു പ്രാവശ്യം തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി ഞാൻ ചേർത്തു പിടിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നതിൽ ഒരു പ്രാവശ്യം മടി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് 4 ഇരട്ടിയായി ഞാൻ പരിഹാരം ചെയ്യും. ഒരു പ്രാവശ്യം പോകേണ്ടിടത്ത് ഞാൻ 4 പ്രാവശ്യം, കർത്താവ് 1 മണിക്കൂർ ഇരിക്കാൻ മടി കാണിച്ചതിന് പകരമായി ഞാൻ 4 മണിക്കൂർ കർത്താവിന്റെ അടുത്തിരിക്കും. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. എന്റെ കഴിഞ്ഞു പോയ ജീവിതകാലങ്ങളിൽ ഞാൻ കർത്താവിനെ അന്വേഷിക്കാതിരുന്നതിന് പകരമായി ഞാൻ 4 ഇരട്ടിയായി ഞാൻ കർത്താവിനെ അന്വേഷിക്കും എന്ന് പറയുന്ന പരിഹാരത്തിന്റെ മുമ്പിൽ നിന്ന് ഈശോ പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. എന്റെ ജീവിതത്തിൽ ഇത്രയും നാൾ ഞാൻ കർത്താവിനെ അറിയാതെ ജീവിച്ച ജീവിതത്തിന് പകരമായി ഈശോയെ അറിയാൻ 10 ഇരട്ടി ആവേശത്തോടെ ഞാൻ പരിശ്രമിക്കും. ഞാൻ ഒരു പ്രാവശ്യം എന്റെ കണ്ണുകൊണ്ട് പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് 4 ഇരട്ടിയായി പരിഹാരം ചെയ്യും. എന്റെ വിശുദ്ധിക്ക് നിരക്കാത്ത രീതിയിൽ എന്റെ ശരീരത്തെ ഞാൻ ദുർവിനിയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് 4 ഇരട്ടി പരിഹാരം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ 1-ാം പ്രമാണം മുതൽ 10-ാം പ്രമാണം വരെ പ്രമാണങ്ങൾ ലംഘിച്ചതിന് ഞാൻ 4 ഇരട്ടിയായി പരിഹാരം ചെയ്യും. ഏത് മേഖലയിലാണോ ഞാൻ വീണുപോയത് ആ മേഖലയെ ഞാൻ 4 ഇരട്ടിയായി പരിഹാരം ചെയ്ത് കർത്താവിന്റെ അടുക്കലേക്ക് തിരികെ വരും എന്ന് പറയുന്നിടത്താണ് പ്രിയപ്പെട്ടവരെ നമ്മളുടെ ഹൃദയം പരിഹാരം ചെയ്യുന്ന ഈശോയുടെ തിരുഹൃദയം പോലെയായി തീരുന്നത്. ഹല്ലേലൂയ. ഞാൻ ഒരു പ്രാവശ്യം ഒരാളെ മദ്യപിക്കുന്നതിന് കാരണമായിട്ടുണ്ടെങ്കിൽ, ഒരാൾ മദ്യപിക്കാൻ ഞാൻ ഒരു പ്രാവശ്യം കാരണമായി എന്ന് കരുതുക, അതിനെന്ത് ചെയ്യും? ഞാനൊരു 40 പേരുടെ മദ്യപാനം മാറുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യും. അതാണ് പരിഹാരം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലേ, നമ്മുടെ വീട്ടിൽ കല്യാണം നടത്തിയപ്പോ കള്ളു കുടിക്കാൻ പ്രേരണ കൊടുത്തു. പലതിനും ആഘോഷങ്ങൾക്ക് നമ്മൾ പ്രേരണ കൊടുത്തിട്ടുണ്ട്. ഇപ്പോ നമ്മൾ തിരിച്ചറിയുകയായിരുന്നു, അയ്യോ അതൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന്. അപ്പൊ എന്ത് ചെയ്യണം? പരിഹാരം ചെയ്യണം. എങ്ങനെ? ഒരു 400 പേരുടെ മദ്യപാനം മാറാൻ വേണ്ടി മുട്ടയിൽ നിന്ന് കൈ വിരിച്ച് പിടിച്ചൊരു 4 കൊന്ത ചെല്ലി. ഹല്ലേലൂയ. അതിനെയാണ് പരിഹാരം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസ് ലീഹ എഴുതുകയാണ്. 1 പത്രോസ് 4:8 വായിക്കാം. 1 പത്രോസ് 4:8. സർവോപരി നിങ്ങൾക്ക് ഗാഢമായ
പരസ്പര സ്നേഹം ഉണ്ടായിരിക്കട്ടെ. എന്ത് കാരണം? സ്നേഹം നിരവധി പാപങ്ങളെ മറയ്ക്കുന്നു. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം. അച്ഛൻ പറയുന്ന ഏറ്റവും എല്ലാം മതി. എല്ലാറ്റിനും ഉപരിയായി നിങ്ങൾ പരസ്പരം തീവ്രമായി സ്നേഹിക്കുവിൻ. എന്തെന്നാൽ സ്നേഹം അനേകം പാപങ്ങളെ മറയ്ക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ സ്നേഹിക്കാതെ പോയതാണ് പാപമെന്ന് പറയുന്നത്. സ്നേഹിക്കാതിരുന്നതിനെങ്ങനെ പരിഹാരം ചെയ്യും? സ്നേഹിച്ചുകൊണ്ട്. എങ്ങനെ സ്നേഹിച്ചുകൊണ്ട്? തീവ്രമായി സ്നേഹിച്ചുകൊണ്ട് എന്റെ പാപങ്ങൾക്ക് ഞാൻ പരിഹാരം ചെയ്യുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 26-ാം അധ്യായം 20-ാമത്തെ തിരുവചനത്തിൽ പൗലോസ് എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പൗലോസ് പറയുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 26:20. പ്രത്യുത ആദ്യം ദമാസ്കസിലുള്ളവരോടും പിന്നെ ജെറൂസലേമിലും യൂദാ മുഴുവനിലും ഉള്ളവരോടും വിജാതീയരോടും അവർ പശ്ചാത്തപിക്കണമെന്നും പശ്ചാത്താപത്തിന് യോജിച്ച പ്രവർത്തികൾ ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ അടുത്തേക്ക് തിരിയണമെന്നും എത്രേ പ്രസംഗിക്കുകയത്രേ ചെയ്തത്. നിങ്ങൾ പശ്ചാത്തപിച്ചാൽ മാത്രം പോരാ, പശ്ചാത്താപത്തിന് യോജിച്ച പ്രവർത്തികൾ ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളുടെ ജീവിതം മൂലം നമ്മളുടെ ഒരു പാപമാണ് ഇത്രയും നാള് നമ്മൾ മറ്റുള്ളവരെ ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിന് അധ്വാനിച്ചില്ല. അതൊരു പാപമാണ്. നമ്മളിപ്പോൾ അതിനെ ഓർത്ത് പശ്ചാത്തപിക്കുന്നു. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? മറ്റുള്ളവരെ ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ അധ്വാനിക്കണം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ധ്യാനിച്ച ഒന്നാമത്തെ കാര്യം, ഈശോയുടെ ഹൃദയം പരിഹാരം ചെയ്യുന്ന ഹൃദയമായതുപോലെ നമ്മളുടെ ഹൃദയവും പരിഹാരം ചെയ്യുന്ന ഹൃദയമാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആറാമതായി ഈശോയുടെ ഹൃദയത്തിന്റെ ഒരു പ്രത്യേകതയാണ് അഭയവും ആശ്വാസവും നൽകുന്ന ഹൃദയം. എന്താണ്? വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞേ. അഭയവും ആശ്വാസവും നൽകുന്ന ഹൃദയം. നമ്മൾ ഇന്ന് മെഡിറ്റേഷനിൽ ധ്യാനിച്ചത് അതിനെ കുറിച്ചാണ്. ഈശോയുടെ ഹൃദയം അഭയം നൽകുന്ന ഹൃദയമാണ്. ഈശോയുടെ ഹൃദയം ആശ്വാസം നൽകുന്ന ഹൃദയമാണ്. അഭയവും ആശ്വാസവും നൽകുന്ന ഈശോയുടെ തിരുഹൃദയമേ, എന്റെ ഹൃദയത്തെ അങ്ങേ ഹൃദയം പോലെ ആക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അഭയവും ആശ്വാസവും നൽകുന്ന ദൈവത്തിന്റെ ഹൃദയം, അതാണ് ഈശോ പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ തിരുവചനം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ തിരുവചനം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയട്ടെ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 18-ാമത്തെ തിരുവചനത്തിൽ ഈശോ ഒരു നാട്ടിൽ ചെന്നിട്ട് ആ നാട്ടുകാർക്ക് മുഴുവനും ആശ്വാസം കൊടുത്ത ഒരു കഥ പറയുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 8-ാമത്തെ തിരുവചനത്തിൽ
8ഉം 15ഉം തിരുവചനങ്ങൾ മാത്രം വായിക്കാണ്. പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്ന സംഭവമാണ്. ഈ പിശാച് ബാധിതൻ മൂലം ആർക്കാണ് ആശ്വാസം നഷ്ടപ്പെട്ടിരുന്നത്? ഒരു നാടിന് മുഴുവൻ പ്രയാസമായിരുന്നു. ഒരു തിന്മ ഒരു നാട്ടിൽ പെരുകുകയാണ്. ഇല്ലേ, നമ്മുടെ നാട്ടിൽ ഒരു തിന്മ പെരുകുകയാണ്. കഞ്ചാവിന്റെ ഉപയോഗം എന്ന് പറയുന്ന ഒരു തിന്മ പെരുകുകയാണ്. ഒരു നാടിന് മുഴുവൻ ശാപമാണ്. ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലുമെല്ലാം കഞ്ചാവ് വിൽപ്പനക്കാരാണ്. കഴിഞ്ഞ ദിവസം കുറച്ചു നാൾ മുമ്പ് ഒരു പെൺകുട്ടിയെ, ഹണി റോസ്, നല്ല പേരാണ്, അങ്ങനെ ഏതോ ഒരു പേരാണ്, ഹല്ലേലൂയ ഹല്ലേലൂയ, അവള് ഒരു പ്രാവശ്യം, പെൺകുട്ടി, പത്രത്തിൽ ഉണ്ടായിരുന്ന വാർത്തയാണ്, ഈ പെൺകുട്ടി ഒരു കേരളത്തിൽ മിസ് കേരള എന്ന് പറയുന്ന ഒരു മത്സരമുണ്ട്. എന്താണ് മിസ് കേരള? എന്താണത്? സൗന്ദര്യ മത്സരം. നമ്മളൊക്കെ പങ്കെടുത്തിട്ടുള്ളതാണ് അല്ലേ? വീട്ടിലാണെന്നുള്ളൂ. ഹല്ലേലൂയ. പോകാൻ താല്പര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇവള് പങ്കെടുക്കുകയും കേരളത്തിൽ 2ാം സ്ഥാനം കിട്ടുകയൊക്കെ ചെയ്തതാണ്. കഴിഞ്ഞ ദിവസം അവൾക്ക് 1ാം സ്ഥാനം കിട്ടി. 12 കോടി കഞ്ചാവാണ് കയ്യില്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു നാടിന് മുഴുവൻ എന്തു വേണം? ഒരു നാടിന് മുഴുവൻ ആശ്വാസം വേണം. നമ്മൾ ആരുടെ അടുക്കൽ അഭയം പ്രാപിക്കും? ഈശോയുടെ അടുക്കൽ. ഈശോ ഒരു നാടിന് മുഴുവൻ അഭയം കൊടുത്ത് ആ പുറത്താക്കുകയാണ്. ഹല്ലേലൂയ. ഇല്ലേ, നമ്മളും പ്രാർത്ഥിക്കണം. ഇപ്പൊ നമുക്ക് അറിയാം, തൂഫാൻ, കഞ്ചാവ് സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ പ്രചരിക്കുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള സർക്കാരിന്റെ പദ്ധതിയാണ്. പ്രിയപ്പെട്ടവരെ, സർക്കാരിന്റെ പദ്ധതി വിജയിക്കാൻ പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? ഒരു നന്മ വളരാൻ, ഒരു തിന്മ പുറത്താക്കപ്പെടുക എന്ന് പറയുന്നത് അത് ഈശോയുടെ മിഷനാണ്. അപ്പോൾ ഈശോ അഭയവും ആശ്രയവുമായിരുന്നു. ഹല്ലേലൂയ. ഈശോ അയാൾക്കും അയാളുടെ കുടുംബത്തിനുമൊക്കെ, അയാളുടെ കുടുംബത്തിന്, അയാളുടെ നാടിന് ഈശോ അഭയമായി ആശ്രയമായി മാറി. അതുപോലെ നമുക്കറിയാം, രക്തസ്രാവക്കാരി സ്ത്രീ 12 വർഷം അവൾ ഈ രോഗപീഠയിലൂടെ കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, അവൾക്ക് മാത്രമാണോ അതിന്റെ പ്രയാസമുള്ളത്? അവളുടെ കുടുംബം മുഴുവൻ ഈ മകളുടെ രോഗപീഠയെ ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ ഒരു രക്തസ്രാവക്കാരി സ്ത്രീക്ക് സൗഖ്യം കിട്ടി എന്നുള്ളത് ഒരു കുടുംബത്തിന് മുഴുവൻ കിട്ടിയ അഭയമായി, ആശ്രയമായി, സൗഖ്യമായി നമ്മൾ കാണേണ്ടതുണ്ട്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ ഈശോയേ. ഒരു വീട്ടില് തുടർച്ചയായി രോഗം വരുന്ന ഒരാളുണ്ട്. അത് ആ വ്യക്തിയുടെ മാത്രം കാര്യമല്ല, അയാളുടെ സൗഖ്യം കുടുംബത്തിന് മുഴുവൻ ഉള്ളൊരു കാര്യമാണ്. നമ്മൾ കാണുന്നുണ്ട്, ജയറോസ് ഈശോയുടെ അടുത്ത് ചെന്നു, അഭയം തേടി, ആശ്രയം തേടി ചെന്നു. മകള് മരിക്കാൻ കിടക്കുന്നു, അല്ലെങ്കിൽ മകൾ മരിച്ചു കിടക്കുകയാണ്. മകളെ ഉയർപ്പിച്ചപ്പോ, മരിച്ചുപോയ മകളെ ഉയർപ്പിച്ച ഈശോ മാതാപിതാക്കളെ ഏൽപ്പിച്ചു. ഈശോ അഭയമായി, ആശ്രയമായി മാറിയത് ആ കുടുംബം മുഴുവനുമാണ്. ചതിൽ വിളിക്കാം, ഈശോയേ ഈശോയേ. അതുപോലെ നമ്മളൊരു കാനാൻകാരി സ്ത്രീയുടെ കഥ വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 28 മുതൽ 22 മുതൽ 28 വരെയുള്ള വചനഭാഗങ്ങളിൽ ഒരമ്മ, ഈ അമ്മയുടെ വേദന എന്ന് പറയുന്നത്, അമ്മയുടെ അസ്വസ്ഥതയുടെ കാരണം തന്റെ മകൾക്ക് പൈശാചിക പീഡയാണ്. തന്റെ മകളെ ഒരു ദുരാത്മാവ് ബാധിച്ചിരിക്കുന്നു. എത്രയോ മാതാപിതാക്കളാണ് വന്ന് പറയാറുള്ളത്, അച്ഛാ ഞങ്ങളുടെ കൊച്ചു സ്കൂളിൽ പോകുന്നില്ല, കൊച്ചിന് ഓട്ടിസമാണ്, അല്ലെങ്കിൽ കൊച്ചിന് ഡൗൺ സിൻഡ്രോമാണ്, അല്ലെങ്കിൽ കൊച്ചിന് ഒരു പൈശാചിക പീഡയാണ്, ഒരു ഭയമാണ്, പഠിക്കുന്നില്ല, ഡിപ്രഷനാണ്.
പ്രിയപ്പെട്ടവരെ, ആ കുടുംബം മുഴുവനും അസ്വസ്ഥമാണ്. ഈ അമ്മ വന്ന് ഈശോയുടെ അടുക്കൽ പറയുന്നു. ഈശോ ആ അമ്മയോട് പറയുന്നു, നിന്റെ വിശ്വാസം മൂലം നിന്റെ മകൾ സുഖം പ്രാപിച്ചിരിക്കുന്നു. ആ സമയം തന്നെ ആ പിശാച് ആ മകളിൽ നിന്ന് വിട്ടുപോവുകയാണ്. ഒരു കുടുംബത്തിലെ ഒരംഗത്തിൽ നിന്നൊരു പിശാച് വിട്ടുപോയി. ആ കുടുംബത്തിന് മുഴുവൻ ഈശോ അഭയമായി ആശ്രയമായി മാറുകയാണ്. ഹല്ലേലൂയ. അല്ലേ, മദ്യപാനത്തിന്റെ ദുർഭൂതം പിടിപെട്ടിരിക്കുന്ന ഒരാള്, അയാളുടെ നിന്ന് ആ മദ്യാസക്തിയുടെ ദുർഭൂതം ഒഴിഞ്ഞു പോയപ്പോ അയാളുടെ ഭാര്യയും അയാളുടെ മക്കളും അയാളുടെ മാതാപിതാക്കളും അയാളുടെ സഹോദരങ്ങൾക്കുമൊക്കെ ഒരു ആശ്വാസം ഉണ്ടാവുകയാണ്. ഈശോ അവർക്കൊക്കെ അഭയമായി ആശ്രയമായി മാറുകയാണ്. ഒരാളുടെ മദ്യപാനം അത് അയാളുടെ മാത്രം കാര്യമല്ല. മദ്യപിക്കുന്നവര് പറയരുത്, ഞാൻ കുടിക്കാതിരിക്കും, എന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്ന്. കുടിക്കുന്ന ആള് കുടിക്കുന്നത് മൂലം അയാള് മാത്രമല്ല അസ്വസ്ഥനാകുന്നത്. അല്ലെങ്കിൽ പുകവലിക്കുന്ന ഒരാള് പുകവലിച്ചു കൂട്ടുകയാണ്, എന്നിട്ട് കൊച്ചിനെ എടുക്കാണ്. അപ്പൊ മരുമകൾ പറഞ്ഞു, ആ വലിച്ചു കൂട്ടിയിട്ട് ആ മണമായിട്ട് കൊച്ചിനെ എടുക്കല്ലേ എന്ന് പറഞ്ഞതോടുകൂടിയാണ് കുടുംബത്തില് പ്രശ്നം തുടങ്ങി. ഒരപ്പം വലിക്കുന്നു എന്ന് പറയുന്നു, വലിച്ചിട്ട് കൊച്ചിനെ എടുക്കുന്നു പറയുന്നത് വലിക്കുന്ന ആളുടെ മാത്രം പ്രശ്നമല്ല, കുടുംബം മുഴുവൻ അസ്വസ്ഥമാണ്. അങ്ങനെ ഒരാൾക്കൊരു വിടുതല് കിട്ടി, ആ കുടുംബത്തിന് മുഴുവൻ അഭയമായി ആശ്രയമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോ പറയുകയാണ്, ഞാൻ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എന്റെ അടുക്കൽ വരിക. നിന്റെ ഇന്നത്തെ പ്രതിസന്ധി എന്തുമാകട്ടെ, അത് ആത്മീയ പ്രതിസന്ധിയാകാം. ഒരാൾ പറയാണ്, എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, സ്പിരിച്വൽ കോൺഫ്ലിക്റ്റ് ആണ്. അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴും പലതരത്തിലുള്ള ദുഷ്ചിന്തകൾ വരികയാണ്. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പോലും വായയിൽ അശുദ്ധമായ വാക്കുകൾ വരുന്നു, ചിന്തയിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ വരുന്നു. സ്പിരിച്വൽ ക്രൈസിസ് ആണ്. നിന്റെ പ്രതിസന്ധി എന്തുമാണെങ്കിലും നീ എന്റെ അടുക്കൽ വരിക. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. സങ്കീർത്തകൻ പറയുകയാണ്, 46-ാം സങ്കീർത്തനം 1-ാമത്തെ തിരുവചനം. 46-ാം സങ്കീർത്തനം 1-ാമത്തെ തിരുവചനം വായിക്കാം. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. വലതുകരമുയർത്തി വീശിക്കൊണ്ട് പറയാം, ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അഭയം തേടി ഒരിടത്തും പോകണ്ട. അഭയം തേടി ആശ്രയം തേടി നീ ഒരു മനുഷ്യനിലും ആശ്രയിക്കണ്ട. കർത്താവാണ് നിന്റെ ശക്തി. കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. സുനിശ്ചിതം എന്ന് പറഞ്ഞാൽ ഷുവർ, ഗ്യാരണ്ടി, ഉറപ്പാണ്. നിന്റെ കഷ്ടതയിൽ നിന്റെ കർത്താവ് നിന്റെ കൂടെയുണ്ടാകുമെന്നത് സുനിശ്ചിതമാണ്, 100% ഉറപ്പുള്ള കാര്യമാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. നിന്റെ കഷ്ടതയിൽ നിന്നെ ഉപേക്ഷിച്ചു പോകുന്ന ചില സുഹൃത്തുക്കളെ പോലെയല്ല. പണമില്ലാതെ ആയപ്പോ, അല്ലെങ്കിൽ ഇത്രയും നാള് കാശ് കൊടുത്തുകൊണ്ടിരുന്നതാണ്, മകള് വിദേശത്ത് നിന്ന് കാശ് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ 2 മാസമായിട്ട് കാശ് അയച്ചു കൊടുക്കുന്നില്ല. കാശ് അയച്ചു കൊടുക്കാതെ ആകുമ്പോൾ നിന്നോടുള്ള സ്നേഹം നഷ്ടപ്പെടുന്നത് പോലെയല്ല, നിന്റെ കഷ്ടതകളിൽ നിന്നോട് കൂടെ നിൽക്കുന്ന ഒരാളാണ് നിന്റെ കർത്താവ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അപ്പോൾ പ്രിയപ്പെട്ടവരെ,
ഈശോ അഭയവും ആശ്രയവും നൽകുന്ന ഹൃദയമായതുപോലെ, ഈശോയുടെ ഹൃദയം അങ്ങനെ ആയതുപോലെ എന്റെ ഹൃദയം അപരന് അഭയവും ആശ്രയവും നൽകുന്ന ഹൃദയമാണോ എന്നതാണ് ചോദ്യം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. നമുക്ക് 100-110% ഉറപ്പാണ് ഈശോ എന്റെ അഭയവും ആശ്രയവുമാണ്. പക്ഷെ ഉറപ്പില്ലാത്ത കാര്യം ഏതാണ്? ഞാൻ അപരന്, ഈശോ എനിക്ക് അഭയവും ആശ്രയവുമായിരിക്കുന്നത് പോലെ ഞാൻ അപരന് അഭയവും ആശ്രയവുമാണോ? ഞാൻ അപരന് കഷ്ടതകളിൽ സുനിശ്ചിതമായ തുണയാണോ? ഹല്ലേലൂയ. ഞാൻ ആർക്കാണ് തുണയാകുന്നത്? ഞാൻ ആർക്കാണ് അഭയമാകുന്നത്? ഞാൻ ആർക്കാണ് ആശ്വാസമാകുന്നത്? സങ്കീർത്തകൻ പറയുകയാണ് കർത്താവിനെ കുറിച്ച്, 9-ാം സങ്കീർത്തനം 9-10 തിരുവചനങ്ങൾ. കർത്താവ് മർദ്ദിതരുടെ ശക്തി ദുർഗമാണ്, കഷ്ടകാലത്ത് അവരുടെ അഭയസ്ഥാനവും. കഷ്ടകാലത്ത് അഭയസ്ഥാനമാണ് കർത്താവ്. അതുകൊണ്ട് അങ്ങയുടെ നാമം അറിയുന്നവർ അങ്ങിൽ വിശ്വാസമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയെ അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, കർത്താവേ, അങ്ങയെ അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട്, കർത്താവേ, അങ്ങയെ അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ അന്വേഷിച്ചവരെ അവിടുന്ന് ഉപേക്ഷിച്ചിട്ടില്ല എന്നതിന്റെ 10,000-കണക്കിന് സാക്ഷ്യങ്ങളാണ് നമ്മൾ ഈ ആലയത്തിൽ കേട്ടിട്ടുള്ളത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ഈ ആലയത്തിലേക്ക് കടന്നു വരുന്നവർ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും, ഏത് ദേശത്ത് നിന്നുള്ളവരാണെങ്കിലും, ഏത് സാഹചര്യത്തിൽ നിന്നുള്ളവരാണെങ്കിലും ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവരെ കുറിച്ച് കർത്താവ് പറയാണ്, എന്നെ അന്വേഷിക്കുന്നവരെ. നിന്റെ യോഗ്യത നീ ആരാണെന്ന് നോക്കിയിട്ടല്ല, നീ എന്നെ അന്വേഷിച്ച് ഈ പുണ്യഭൂമിയിൽ കാലുകുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. നിന്റെ അപ്പൻ നിന്നെ മറന്നാലും, നിന്റെ അമ്മ നിന്നെ മറന്നാലും, നിന്റെ ഭർത്താവോ ഭാര്യയോ നിന്നെ മറന്ന് ഉപേക്ഷിച്ചാലും, നിന്റെ മക്കൾ നിന്നെ ഉപേക്ഷിച്ചാലും, നിന്റെ സഹോദരങ്ങൾ നിന്നെ ഉപേക്ഷിച്ചാലും, ഞാൻ നിന്നെ മറക്കുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഇതൊരു പ്രോമിസാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. ചില നേരങ്ങളിൽ നമുക്കൊരു സംശയം ഉണ്ടാകാം, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച ഒരു കാര്യം നടന്നിട്ടില്ലല്ലോ എന്ന സംശയമുണ്ടാകാം. പ്രിയപ്പെട്ടവരെ, ഒരു സുവിശേഷ ഭാഗം അതിനുള്ളൊരു ഉത്തരമാണ്. അച്ഛന്റെ ഒരു ചോദ്യം, ഇന്നത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഭൗതികമായ അനുഗ്രഹങ്ങൾക്കാണോ ആത്മീയമായ അനുഗ്രഹത്തിനാണോ നീ മുൻഗണന കൊടുക്കുന്നത്? എന്താണ് ചോദ്യം? ഭൗതികമായ അനുഗ്രഹത്തിനാണോ ആത്മീയമായ അനുഗ്രഹത്തിനാണോ നീ മുൻഗണന കൊടുക്കുന്നത്? ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി. പറയുമ്പോ എന്താണ് ഒരു വിറവലി, ഒരു ഉറപ്പില്ലാത്തതുപോലെ? ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു തളർവാദ രോഗിയെ ശ്രദ്ധിച്ചു കേൾക്കുക. നമ്മൾ എപ്പോഴും പ്രിയപ്പെട്ടവരെ മുൻഗണന കൊടുക്കുന്നത് ഭൗതികമായ അനുഗ്രഹത്തിനാണ്. തളർവാദ രോഗി വരുന്നു, ഉടനെ ചാടി എഴുന്നേൽക്കുന്നു, അച്ഛന്റെ മുറിയിലുള്ള 10 കിലോ അരി തലയിൽ വെച്ച് നടക്കുന്നു, അടിപൊളി. അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നു, ജോലി കുറെ നാളായിട്ട് ജോലി കിട്ടുന്നില്ല, 2-3 വർഷമായി ജോലി അന്വേഷിച്ച് കിട്ടുന്നില്ല, അങ്ങനെ കാണാൻ വേണ്ടി വന്നു. മുറിയുടെ മുമ്പിൽ ക്യൂവിൽ ഇരിക്കുന്ന സമയത്ത് മൊബൈലിലേക്ക് മെസ്സേജ് വന്നു, ജോലി കിട്ടി. മുറിയിൽ വരുമ്പോഴേക്കും, അച്ഛാ എനിക്ക് നിയോഗമൊന്നുമില്ല, ജോലി കിട്ടി.
പരീക്ഷ പാസ്സാവുന്നില്ല, പരീക്ഷ പാസ്സായി. വന്ന് പ്രാർത്ഥിച്ച് ആദ്യത്തെ പ്രാവശ്യം തന്നെ B2 പരീക്ഷ എഴുതി, പരീക്ഷ പാസ്സായി. ഇന്റർവ്യൂ കിട്ടി, ജർമ്മനിയിൽ പോയി, ഇസ്രായേലിൽ പോയി, ജോലി കിട്ടി, വിവാഹം നടന്നു. വെരി ഗുഡ്. ഭൗതികമായ അനുഗ്രഹങ്ങൾക്കാണ് മുൻഗണന. ഭൗതികമായ അനുഗ്രഹങ്ങൾക്കാണ് നമുക്ക് മുൻഗണന. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ മുൻഗണന എന്ന് പറയുന്നത് ഈ ഭൗതികമായ ആവശ്യങ്ങൾ വേണ്ട എന്നല്ല, മുൻഗണനയുടെ കാര്യമാണ് അച്ഛൻ പറയുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ നമുക്ക് ഒരു 10,000 രൂപയുണ്ട്, നമുക്ക് പല കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ അതിന് മുൻഗണനയുണ്ട്. എല്ലാ കാര്യങ്ങളും ഈ 10,000 രൂപ വെച്ച് ചെയ്യാൻ പറ്റുമോ? 50,000 രൂപ സാലറി കിട്ടി, അല്ലെങ്കിൽ 20,000 രൂപ സാലറി കിട്ടി, ഹിമാലയത്തിൽ കുറച്ച് സ്ഥലം കാണാൻ വേണ്ടി പോകണമെന്നുണ്ടായിരുന്നു. നടക്കോ? ഇല്ലല്ലോ. ഇസ്രായേലിൽ ഹോളി ലാൻഡ് കണ്ടിട്ടില്ല, എല്ലാവരും പോയി, ഞാൻ മാത്രം പോയിട്ടില്ലെന്ന്. ശരി, നടക്കോ? നടക്കോ? വീട് പണിയണമെന്നുണ്ടായിരുന്നു, കയ്യിൽ എത്ര രൂപയുണ്ട്? 20,000 രൂപ. നടക്കോ? ഇല്ല. മുൻഗണനയുണ്ട്. എന്താണ്? വീട് പണിയണോ കഞ്ഞി കുടിക്കണോ? കഞ്ഞി കുടിച്ചിട്ട് പോരെ. ഇതിനെയാണ് മുൻഗണന എന്ന് പറയുന്നത്. ക്ലിയർ ആണ്, നമുക്കറിയാവുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ അല്ലെങ്കിൽ നല്ലൊരു ഡ്രസ്സ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഡ്രസ്സ് എടുക്കാൻ പോയ പട്ടിണി കിടക്കേണ്ടി വരും. പട്ടിണി കിടന്നിട്ടും നല്ല ഡ്രസ്സ് എടുത്ത് നടന്നാ മതി എന്ന് പറയോ? പറയില്ലല്ലോ. ചില ബോധമില്ലാത്തവരുണ്ടങ്ങനെ. ഓക്കെ, ഹല്ലേലൂയ. മൊബൈല് മേടിക്കണം, മൊബൈല് മേടിക്കണം. എടാ, കഞ്ഞി കുടിച്ചിട്ട് വേണ്ടേ മൊബൈല്? മുൻഗണന. യെസ്. കർത്താവിന്റെ അടുക്കലേക്ക് തളർവാദ രോഗി വരുമ്പോ അയാളിൽ പാപത്തിന്റെ മാലിന്യം കാണുകയാണ് ഈശോ. അയാളിൽ ശരീരത്തിൽ തളർന്നു കിടക്കുകയാണ് അയാൾ. ഈശോ ആദ്യം എന്ത് ചെയ്യണം? പ്രിയപ്പെട്ടവരെ, ഈശോ ചെയ്യുന്നതാണ് നമ്മുടെ മോഡൽ. ഈശോ പറയുകയാണ്, ആദ്യം തന്നെ അയാളുടെ ശരീരം ശരിയാവട്ടെ, എന്നിട്ട് നമുക്ക് പതുക്കെ പതുക്കെ അയാളെ മാനസാന്തരപ്പെടുത്തി എടുക്കാം, അയാളെ നന്നാക്കി എടുക്കാം എന്നല്ല ഈശോ പറയുന്നു. ആദ്യം തന്നെ അയാളുടെ കാര്യം നടക്കട്ടെ, ജോലി കിട്ടട്ടെ, എന്നിട്ട് പതുക്കെ പതുക്കെ മാനസാന്തരപ്പെടുത്താം. അല്ലെങ്കിൽ കല്യാണം നടക്കട്ടെ, എന്നിട്ട് കുടുംബത്തെ ഒന്ന് നന്നാക്കാം, രോഗമൊക്കെ ഒന്ന് മാറട്ടെ, എന്നിട്ട് പതുക്കെ പതുക്കെ അയാളെ കർത്താവിലേക്ക് അടുപ്പിക്കാം എന്നല്ല ഈശോ പറയുന്നത്. ആദ്യം അയാളോട് പറയുകയാണ്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിന്റെ ആത്മാവിൽ നിന്ന് ആദ്യം പാപത്തിന്റെ കറയും കളങ്കവും കടങ്ങളും എടുത്തു മാറ്റി നിന്റെ ഹൃദയത്തെ ദൈവത്തിന്റെ ഹൃദയത്തിന് യോജിച്ച ഒരു മനുഷ്യനാക്കുക എന്നതാണ് കർത്താവിന്റെ മുൻഗണന. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. ആ മുൻഗണനയുള്ളത് കൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഒരു കൈയില്ലാതെ സ്വർഗത്തിൽ പോകുന്നതാണ് 2 കൈയോടും കൂടെ നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലതെന്ന്. ആ മുൻഗണനയുള്ളത് കൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഒരു കണ്ണില്ലാതെ സ്വർഗത്തിൽ പോകുന്നതാണ് 2 കണ്ണും വെച്ച് സുന്ദരനായി സുന്ദരിയായി നരകത്തിൽ കിടക്കുന്നതെന്ന്. അല്ലെങ്കിൽ ചില ഭൗതികമായ നന്മകൾ ഇല്ലാത്തതാണ്, ആ നന്മകളെല്ലാം കൂടെ നീ ഈ ഭൂമിയിൽ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നതിനേക്കാൾ നല്ലത്. നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ, നിന്നെ കർത്താവിനോട് അടുപ്പിക്കുന്ന പ്രതിസന്ധികൾ നല്ലതാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈശോയുടെ മുൻഗണന നമ്മുടെ ആത്മാവ് വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവിക ജീവനിൽ ലയിച്ചു ചേരണം, നമ്മൾ വിശുദ്ധരായി തീരണമെന്നതാണ്. അതിനുവേണ്ടി അത് ശരിയാക്കി ഇതിന് ശേഷം ഈശോ പറയുകയാണ്, നീ കിടക്കയും എടുത്ത് നടക്കുക. ഇത്രയും നാൾ ആ കട്ടിലാണ് അവനെ ചുമന്നിരുന്നത്, ഇനി അവൻ കട്ടിലിന് ചുമക്കാണ്. ഹല്ലേലൂയ,
ഹല്ലേലൂയ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ചില ഭൗതികമായ അനുഗ്രഹങ്ങൾ വൈകുന്നത് എന്നതിന്റെ ഒരു ഉത്തരം അവിടെയുണ്ട്. കർത്താവിന്റെ മുൻഗണന നിനക്ക് ഈ ലോകത്തിലുള്ള സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു തരിക എന്നുള്ളതല്ല. കർത്താവിന്റെ മുൻഗണന നിന്നെ രക്ഷയിലേക്ക് ഉയർത്തുക എന്നതാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, 91 സങ്കീർത്തനം 4-ാമത്തെ തിരുവചനം വായിക്കാം. 91 സങ്കീർത്തനം 4-ാമത്തെ തിരുവചനം. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും, അവിടത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. വലതുകരമുയർത്തി വീശിക്കൊണ്ട് തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും, അവിടത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. തുടർന്നുള്ള വചനങ്ങൾ നമുക്കറിയാം. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയോ പകൽ പറക്കുന്ന അസ്ത്രത്തെയോ നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയോ നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയോ നീ പേടിക്കണ്ട. പാർശ്വങ്ങളിൽ 1000-ങ്ങളും 10,000 വലതുവശത്ത് 10,000 മരിച്ചു വീണേക്കെങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കഷ്ടതകളിൽ കർത്താവ് നമ്മുടെ കൂടെയുണ്ടാകും. നാഹൂം പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 7-ാമത്തെ തിരുവചനം. നാഹൂം 1-ാം പ്രവാചകൻ 1-ാം അധ്യായം 7-ാമത്തെ തിരുവചനം. കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളിൽ അഭയദുർഗവുമാണ്. തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു. വലതുകരമുയർത്തി വീശിക്കൊണ്ട് കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളിൽ അഭയദുർഗവുമാണ്. തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപസ്മാരത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്ന ഒരാൺകുട്ടിയെയും കൊണ്ട് ഒരപ്പൻ ഈശോയുടെ അടുത്ത് വന്നു. അപസ്മാരം, അവന് കൂടെ കൂടെ അപസ്മാരം ഉണ്ടാവുകയാണ്. ഈ പിതാവ് ശിഷ്യന്മാരുടെ അടുത്ത് ചെന്നു. അവർക്ക് അവനെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. ശിഷ്യന്മാർക്ക് സുഖപ്പെടുത്താൻ കഴിയാതിരുന്ന ഒരു കുട്ടിക്ക് ഈശോ പൂർണ്ണ വിടുതൽ നൽകുകയാണ്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളാണ്. 18-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്: യേശു പിശാചിനെ ശാസിച്ചു, അത് അവനെ വിട്ടുപോയി. ആ സമയം മുതൽ ആ കുട്ടി സുഖം പ്രാപിച്ചു. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. ഈശോ പാപപരിഹാരം ചെയ്തതുപോലെ പാപപരിഹാരം ചെയ്യുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോ അഭയവും ആശ്രയവും നൽകുന്നവനായിരുന്നത് പോലെ ഈശോയുടെ അടുത്ത് അഭയം തേടി ആശ്രയം തേടി എത്താം എന്ന് മാത്രമല്ല, ഈശോയെ പോലെ അഭയം കൊടുക്കുന്നവരും ആശ്രയം കൊടുക്കുന്നവരുമാകാം എന്ന ഒരു ചിന്തയോടുകൂടി. അതുപോലെ തന്നെ ഈശോയുടെ ഹൃദയം സമാധാനത്തിന്റെ ഉറവിടമാണ്. നമ്മൾ അടുത്ത ആഴ്ച അത് ധ്യാനിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ ഹൃദയം പോലെ ഒരു ഹൃദയം ഉണ്ടാകുന്നതിന് വേണ്ടി ദാഹിച്ച് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടക്കാം.